നമസ്കാരം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കുറേ ദിവസമായി വിചാരിക്കുന്നു. കാരണം ഇത് ഒരുപാട് പേർക്ക് തീർച്ചയായും പ്രയോജനം ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഒരുപക്ഷെ ചിലവാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണക്കില്ലാതെ നമ്മൾ ചിലവാക്കുന്നത് നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി, അതായത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാവും, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാവും, നമുക്കായാലും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ആണെങ്കിലും. പക്ഷേ നമ്മളിതിൽ നല്ലൊരു പങ്കും പാഴായി പോവുകയാണ് എന്നുള്ളതാണ് വസ്തുത. ശരിയായ ട്രീറ്റ്മെൻറ്റ് വേണ്ട സമയത്ത് കിട്ടാതെ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും. അങ്ങനെ പക്ഷേ ജീവന് വരെ പ്രശ്നമാകുന്ന ഒരവസ്ഥയിൽ വരെ എത്തിപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവം നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2016 ദാസേട്ടന് വേണ്ടി, തരങ്കണിക്ക് വേണ്ടി, ദാസേട്ടൻ പാടുന്നതിന് വേണ്ടിയിട്ട് അയ്യപ്പ ഭക്തിഗാനം ചെയ്തിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. എനിക്ക് എന്താ പറയുക, മെമ്മറി ഒരു 80% മെമ്മറി പോയി, കാഴ്ച ഒരു 90% കാഴ്ച നഷ്ടപ്പെട്ടു, ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടിങ്, സ്പ്ലെയിനിന് നീർക്കെട്ട്, പ്രോസ്റ്റേറ്റിന് നീർക്കെട്ട്, ദേഹമാസകലം നീർക്കെട്ട്, പെയിൻ, സഹിക്കാൻ വയ്യാത്ത, കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത വണ്ണമുള്ള പെയിന്, അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആ സമയം കടന്നു വന്നത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്, ഒരുപാട് ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജിലും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ സമയം ഞാൻ ചികിത്സ നടത്തി. അതിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടായി, സാമ്പത്തിക ബാധ്യതകളുണ്ടായി, കടബാധ്യതകളുണ്ടായി, എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. ആ സമയം വന്ന നല്ല പ്രൊജക്റ്റുകൾ പോലും എനിക്ക് എടുത്ത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയായിരുന്നു. അവസാനം ഡോക്ടേഴ്സ് തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതുപോലെയൊക്കെയുള്ള വിഷയങ്ങൾ ഓരോ ദിവസം കഴിയും തോറും എനിക്ക് അത് പ്രശ്നങ്ങൾ കൂടി വരികയാണ്. വിഷയങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഡോക്ടേഴ്സ് തന്നെ വിഷമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അഭിലാഷ് അടൂരിൽ നിന്ന് എന്നെ വിളിച്ചത് പറയുന്നു, ചേട്ടാ ഇതുപോലൊരു ആശുപത്രിയുണ്ട്, ചാങ്ങേത്തെന്ന് പറയും, അടൂരിൽ നിന്ന് 13 കിലോമീറ്റർ തുമ്പമൺ താഴെ, അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അഭിലാഷിൻ്റെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടനൊന്ന് പോയി കാണും, ഡോക്ടറെ പോയി കാണും, കണ്ടതിന് ശേഷം ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് പോയി കാണാനല്ലോ പറയുന്നു. അപ്പോൾ ഞാൻ സമ്മതിച്ചു, ഞാൻ എന്തായാലും ഒന്ന് പോയി കണ്ടേക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പോകുന്നു. വളരെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ദൈവങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഈ അസുഖങ്ങൾ തൊട്ടെടുക്കുക എന്നൊക്കെ പറയുന്നത്. ഞാൻ ഏതാണ്ട് 5-6 വർഷത്തോളം നരകയാതന അനുഭവിച്ച അസുഖങ്ങൾക്കൊക്കെ ഡോക്ടർ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു 80% മാറ്റിയെടുത്ത ഒരവസ്ഥ ഞാനന്ന് അവിടെ അനുഭവിച്ചു. കാരണം ഡോക്ടറെ സംബന്ധിച്ച് പറഞ്ഞാൽ ചാങ്ങേത്തെന്ന് പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിലുള്ളവർക്കൊക്കെ അറിയാം, വളരെ പ്രശസ്തമായ വൈദ്യ കുടുംബമാണ്. 5-8 തലമുറകളോളം അവർ വൈദ്യന്മാരാണ്. പിന്നെ ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ വിനയേന്ദ്രൻ സാറ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയൊക്കെ എടുത്ത്, BAM ഡിഗ്രിയൊക്കെ എടുത്താണ്. അദ്ദേഹത്തിൻ്റെ മകന് സായി കൃഷ്ണ ഡോക്ടറാണ്. അച്ഛൻ്റെ അതേ കഴിവുകൾ ഉള്ളൊരു മകനാണ്. അപ്പം ഈ പാരമ്പര്യ വൈദ്യത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കൊപ്പം തന്നെ ഭഗവാൻ സായിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിച്ച ഒരു വലിയ മനുഷ്യനാണ്. ഭഗവാൻ കാലം പോകുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് സർവീസ്. ആ ഒരു സർവീസ് ഇന്നും അദ്ദേഹം വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ചികിത്സയ്ക്ക് വേണ്ടി അങ്ങനൊരു പണം മോഹിച്ചുകൊണ്ടുള്ള ചികിത്സ പോലുമല്ല അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പണം ഈടാക്കുന്നില്ല. പിന്നെ
മരുന്നുകൾക്കാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. അവയ്ക്ക് ഒരുപാട് പറഞ്ഞറിയിക്കാൻ, ഇപ്പോൾ ഈവനൊരു മുറിവെണ്ണ പോലും വാങ്ങി നമ്മൾ ഉപയോഗിച്ചാൽ, കാരണം ഞാനത് അനുഭവസ്ഥനാണ്. എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ കിടന്ന സമയത്ത് അവിടുത്തെ മുറിവെണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവിടുത്തെ ഒരു നേരം തേച്ച് രാവിലെ നേരം വെളുത്തപ്പോഴത്തേക്ക് മുറിവുകളൊക്കെ ഒരു എന്താ പറയുക, കരിയുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ അത്ഭുതകരമായ ചികിത്സ, അതായത് ഡോക്ടറിന് ഈ എക്സ്റേയോ അല്ലെങ്കിൽ MRI ഒന്നും വേണ്ട. ഞാൻ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എടുത്തിട്ടുള്ള എക്സ്റേകളും MRIകളും ഒക്കെ കരുതിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഡോക്ടർക്ക് ഇതൊന്നും കാണണ്ടെന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു കൂടുതൽ കാര്യങ്ങളെല്ലാം കേട്ട ശേഷം എന്നോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. പറഞ്ഞിട്ട് ആദ്യം എന്നോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് കുറേ 2-3 മാസമായിട്ട് യൂറിൻ പോകുന്നില്ല. അങ്ങനെ ഒരു തോന്നലില്ല. അങ്ങനെ തോന്നിയാൽ വല്ലപ്പോഴും പോകുന്നു മാത്രമേ ഉള്ളൂ. വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നില്ല. ദേഹമാസകലം നീർക്കെട്ട്, ഇപ്പോൾ കിഡ്നിക്കൊക്കെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പ്രശ്നമില്ല, അപ്പോൾ ഈ ബ്രെയിനിൽ വരെ ക്ലോട്ടിങ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ഡോക്ടറിന് പറഞ്ഞ് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, വേറൊന്നുമില്ല, നിങ്ങളുടെ ആ യൂറിനറി ബ്ലാഡർ ഒന്ന് ചെറുതായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഈ MRI ഒക്കെ ഇരിപ്പുണ്ട്, അതിലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഡയഗ്നോസ് ചെയ്യത്തില്ല അവർ. അപ്പോൾ ഡോക്ടർ തന്നെ എൻ്റെ വയറിന് താഴെ ഒന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന് തിരിച്ചു. അതെനിക്കങ്ങനെ ഫീൽ ചെയ്തൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തിരിച്ചു. അത്ഭുതകരമായിട്ട് ഒരു 10 മിനിറ്റിനകത്ത് എനിക്ക് പെട്ടെന്ന് യൂറിൻ പോകണമെന്ന് തോന്നുന്നു. ഞാൻ ഓടുകയായിരുന്നു, ഒരു എന്താ പറയുക, ബ്ലോക്ക് കഴിഞ്ഞ് പോയ പോലെ യൂറിൻ പോയി. അതിനുശേഷം നാളിതുവരെ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എനിക്ക്. ഏതാണ്ട് 24 മണിക്കൂർ, ഒരു ദിവസത്തിനകത്ത് തന്നെ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഞാൻ 5 വർഷത്തോളമായിട്ട് ഇത്രയും കാശ് മുടക്കി, ഇത്രയും ബാധ്യതകൾ തലയിൽ വരുത്തി, ഇത്രയും ടെൻഷൻ അടിച്ച് നടത്തിയ ചികിത്സയ്ക്കൊന്നും കിട്ടാത്ത റിസൾട്ട് വെറും ഒരു ദിവസം കൊണ്ട് എനിക്ക് കിട്ടുകയാണ്. ശരീരത്തിലെ നീർക്കെട്ട് മുഴുവൻ മാറി. എല്ലാം, അതായത് അതിനെക്കാട്ടിൽ പ്രധാനം, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യും. നമ്മുടെ ശരീരത്തിലെ ഡോക്ടർക്ക് എക്സ്റേയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഈ ശരീരം കാണുമ്പോൾ തന്നെ ഡോക്ടറിന് അറിയാം. പലപ്പോഴും നമ്മൾ ഈ വലിയ അസുഖങ്ങൾ, ഇപ്പോൾ ഈ ഹാർട്ടിനൊക്കെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് നെഞ്ചുവേദന വരുമ്പോഴത്തേക്ക് ഓടിപ്പോയി ECG ഒക്കെ എടുക്കുന്നവർ അറിയാത്ത, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ഞാനിതുവരെ കേട്ടിട്ടില്ല, അങ്ങനെയൊന്നും കേട്ടാത്തൊരു കാര്യമാണ്. നമ്മുടെ ഈ ബോഡിയുടെ, നമ്മുടെ ഈ റിബ്സിൻ്റെയൊക്കെ അലൈൻമെൻറ്റ് തെറ്റിയിരുന്നാൽ അത് ജാമാവുകയും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ജാമാവുകയും അതുവഴി ഇതിൻ്റെ പ്രവർത്തനത്തെയൊക്കെ ബാധിക്കും. ഇങ്ങനെ എനിക്കും എൻ്റെ ഒരു ചെസ്റ്റിൻ്റെ തന്നെ ഒരു സൈഡ്, അത് ഡോക്ടർ കാണിച്ചു തരും, ഒരു സൈഡ് പൊങ്ങി ഒരു സൈഡ് താണുവാണിരുന്നു. അതുപോലെ കോളർ ബോൺ സ്കെയിൽ വെച്ച് കാണിച്ചു തന്നു, ഒരെണ്ണം ഉയർന്നു ഒരെണ്ണം താണുവാണിരുന്നു. അപ്പം ഡോക്ടർ അധികമൊന്നും ചെയ്തില്ല, ജസ്റ്റ് എൻ്റെ തിരിച്ചു നിർത്തി പുറകിലൊരു അടിയടിച്ച ശേഷം സ്കെയിലെടുത്ത് കാണിച്ചു തന്നപ്പോൾ കോളർ ബോൺ ലെവലായി, ചെസ്റ്റ് ലെവലായി, വയറ് നേരെയായി. അപ്പം ബ്ലോക്കുകൾ കംപ്ലീറ്റ് മാറി. ഏതാണ്ട് ഒരു അരമണിക്കൂറിനകത്ത് തന്നെ പെട്ടെന്ന് ശ്വാസം കിട്ടി തുടങ്ങി. ശ്വാസം മുട്ടലുണ്ടായിരുന്നു, ശ്വാസം മുട്ടൽ നിന്നു. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചു. അതിന് ശേഷം ഞാൻ കുറേ ഈ വിധമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പോൾ അടുത്ത സമയത്ത് വീണ്ടും എനിക്ക് കുറേ ഇഷ്യൂസൊക്കെ വന്നു. എന്നിട്ടാണ് ഞാനിപ്പോൾ അടുത്ത സമയത്ത് ചെസ്റ്റിനകത്തിൽ ഇതുപോലെ നീർക്കെട്ട് പോലെ ഫീൽ ചെയ്യുക, ശ്വാസം മുട്ടുക, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുക, നീർക്കെട്ട് പോലെ ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വയറിൻ്റെ അടിവശത്തൊക്കെ ആയിട്ട് ഭയങ്കര പെയിന്, കാല് രണ്ടും സഹിക്കും. അപ്പോൾ എനിക്ക് നട്ടലിനൊരു പ്രശ്നം, ഡോക്ടർ അത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അനിലിൻ്റെ നട്ടലിനൊരു പ്രശ്നമുണ്ട്, എല്ലാവർക്കും ഒരു ചെറിയ ബെൻഡുണ്ട് നട്ടലിന്, അതാണ് നമ്മുടെ ഷോക്ക് അബ്സർവർ എന്ന് പറയുന്നത്. ആ ബെൻഡില്ല, ഇല്ലാത്തത് കാരണം L1 to L5 അത് പ്രസ്സായിട്ട് അത് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഡിസ്കുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഒറ്റയടിക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല, 10-15 ദിവസമെങ്കിലും കിടന്ന് ചികിത്സിക്കണം. അപ്പം അതിന് അവസരം ഒക്കുന്ന സമയത്ത് വരാൻ പറഞ്ഞിട്ടാണ് എന്നെ അന്ന് അവിടുന്ന് വിടുന്നത്. എന്തായാലും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷെ അടുത്ത സമയത്ത് ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചു. ഈ ഒരു 1.5 മാസമായിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്താണെന്ന് കാര്യം അറിയില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പോകുന്ന മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു, ആൻറ്റിബയോട്ടിക് തന്നു. ഇത് കഴിച്ചിട്ട്, ഒരു കോഴ്സ് കഴിച്ചിട്ട് എൻ്റെ ശ്വാസം മുട്ടലിൽ നെഞ്ച് വേദനയ്ക്കൊന്നും ഒരു കുറവില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ അറിയുന്നത്, ഡോക്ടർ തിരുവനന്തപുരത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങി.
അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഞാനിത് അന്ന് അവിടെ വെച്ച് കാണുമ്പോൾ ഡോക്ടറോട് പറഞ്ഞിരുന്നു, ഒന്ന് ഡോക്ടറിൻ്റെ ഒരു സേവനം ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക്, കാരണം എന്നോട് ചോദിച്ചറിഞ്ഞിട്ട് തന്നെ ഒരുപാട് പേര് വഴി ചോദിച്ചറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. പലർക്കും അവിടെ പോയി എത്തിപ്പെടാൻ പറ്റുന്നില്ല, ഇത്രയും ദൂരമായതുകൊണ്ട്. ഒരു ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഒരു ദിവസം എങ്കിലും അവിടെ വരണമെന്നൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. എന്തായാലും പലരുടെയും റിക്വസ്റ്റ് മാനിച്ച് എന്തായാലും ഒരു ദിവസം തിരുവനന്തപുരത്ത് ഡോക്ടറുടെ സേവനം എത്തുന്നുണ്ട്. ഞാൻ ഇന്നലെ അവിടെ പോയി ഇന്നലെ പോകുന്നത് വരെയും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വേല, ദേഹത്ത് മുഴുവൻ നീർക്കെട്ട്, കുനിയാൻ പറ്റത്തില്ല, നിവരാൻ പറ്റത്തില്ല, കയ്യിലൊരു ഗ്ലാസ് വെള്ളം പോലും, ചായ പോലും പിടിച്ച് കുടിക്കാൻ പറ്റത്തില്ല, ഷിവർ ചെയ്യും, കൈ മടങ്ങില്ല, ജോയിൻസിനെല്ലാം നീർക്കെട്ട്, അങ്ങനെയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ പ്രശ്നം നട്ടലിൻ്റെ വിഷയമായിരിക്കും എന്നുള്ള കണക്കാക്കിയാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഈ നെഞ്ചിനകത്ത് വേദനയും ശ്വാസം മുട്ടലും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിനുവേണ്ടിയാണ് ആൻറ്റിബയോട്ടിക് കഴിച്ചത്, എന്നിട്ട് അതിന് കുറവില്ല. പക്ഷേ ഞാൻ ഇന്നലെ അവിടെ ചെന്നു. ഞാനും ഐഡിയ സ്റ്റാർ സിംഗറിൽ ഫ്ലൂട്ട് വായിക്കുന്ന അനിൽച്ചേട്ടനെയും കൂടെയാണ് പോകുന്നത്. അനിൽച്ചേട്ടൻ ഇതുപോലെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അനിൽച്ചേട്ടനെയും കണ്ടു. അനിൽച്ചേട്ടൻ ഇന്നലെ അത്ഭുതകരമായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ആശ്വാസമായിട്ടാണ് ആശുപത്രി വിട്ടത്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടറിനോട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ അലൈൻമെൻറ്റ് തെറ്റിയിരിക്കുകയാണ്, ലിപ്സിൻ്റെ പൊസിഷൻ വേണ്ടി മാറിയിരിക്കുകയാണ്. ജസ്റ്റ് തലയിൽ ഒരടി അടിച്ചു ഡോക്ടർ, അത്രേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഒറ്റ അടി ഇവിടെ ഞാൻ തൂത്തു വിട്ടു. എൻ്റെ ശ്വാസം മുട്ടൽ നിമിഷങ്ങൾ കൊണ്ട് മാറി. അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല, പക്ഷേ നിമിഷം കൊണ്ട് ശ്വാസം മുട്ടൽ മാറി, നീർക്കെട്ടും ശരീരത്തിൽ നിന്ന് വലിഞ്ഞു. അതുപോലെ തന്നെ നട്ടലിൻ്റെ പ്രശ്നമുണ്ട്, അത് പറഞ്ഞു. നട്ടലിൻ്റെ ഇതെല്ലാം ഡിസ്കെല്ലാം പുള്ളി തന്നെ ഒന്ന് കൈകൊണ്ട് പ്ലേസ് ചെയ്തു, താൽക്കാലിക ആശ്വാസം. പിന്നെ മരുന്നൊക്കെ തന്നു. ഇതെല്ലാം ചെയ്ത് ഇന്നലെ വിട്ടു. ഞാൻ ഇന്നലെ 1 മണിക്കൂർ കൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. ശരിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ മര്യാദയ്ക്ക്, നമുക്ക് ദേഹത്ത് പെയിൻ സഹിക്കാൻ വയ്യാത്ത പെയിൻ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. നമ്മളെ കൊണ്ട് നമ്മളെ ജോലി ചെയ്യാൻ പറ്റണമെന്നില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റണമെന്നില്ല. ഇന്നലെ അത് ഒരു ദിവസം കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് മാറി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അത് എനിക്കറിയാവുന്നവരോടൊക്കെ പറയണം എന്നെനിക്ക് തോന്നി. കാരണം അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് ഡോക്ടർ ഇവിടെ ഒരു ദിവസം വരുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷ വർത്തമാനം കൂടി പറയണം. ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ മറ്റുള്ളവർക്കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, മറ്റുള്ളവരും അറിയട്ടെ. ഇങ്ങനെയുള്ള നമ്മൾ ഒരുപാട് കാശ് കൊണ്ടുവന്ന് പല ആശുപത്രികളിലും കൊടുത്ത് നമ്മുടെ ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് നമ്മൾ രോഗികളാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സാമ്പത്തിക കടബാധ്യതകളിൽ പെടുന്നുണ്ട്. പലപ്പോഴും പല അസുഖങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങൾ ഇതുപോലെയുള്ളതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, കുറേ നാളിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ അസ്ഥിയുടെയൊക്കെ സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയൊക്കെ ചെയ്യും. ഇതൊക്കെ അവിടെ ഒരു സെക്കൻഡ് കൊണ്ട് ഡോക്ടറിന് ഇതൊന്ന് എക്സ്റേ കൊണ്ടുപോലും നിങ്ങൾ പോകേണ്ട. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈ ഒന്ന് പതിഞ്ഞാൽ മതി. ഇതൊക്കെ കറക്റ്റായിട്ട് ഇത് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറഞ്ഞ അത് പോയി കണ്ടെങ്കിലേ നമ്മളത് വിശ്വസിക്കൂ. അപ്പോൾ അതങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ജീവിതത്തിൽ പലർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നത്. എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശുപത്രി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടൂർ തുമ്പമണ്ണാണ്. അടൂരല്ല, ഇത് ശരിക്കും തുമ്പമണ്ണ് എന്ന് പറയും. പത്തനംതിട്ടയ്ക്ക് പന്തളത്തിനും ഇടയ്ക്കായിട്ട് വരും. അച്ചൻകോവിലാറിൻ്റെ സൈഡിൽ തീരത്തായിട്ട് അതിമനോഹരമായൊരു ക്യാമ്പസാണ്, രസമാണ്. അവിടെ പോയി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പകുതി അസുഖം മാറും. അത്ര മനോഹരമായൊരു സ്ഥലത്ത് പുള്ളി നിർമ്മിച്ചിരിക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ കിടന്ന ചികിത്സയ്ക്ക് പോലും മറ്റുള്ളിടത്ത് ഒരു മാസം കിടക്കേണ്ടതാണെങ്കിൽ അവിടെ 10 ദിവസം 15 ദിവസം കിടന്നാൽ മതി. അതുപോലെ മരുന്നുകൾ അതിശ്രേഷ്ഠമാണ്. ദൈവികമായൊരു അനുഗ്രഹം. ഒരുപക്ഷെ നമ്മളൊരു സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ പടമൊക്കെ നമ്മൾ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചേനെ, ദൈവമാണെന്ന് കരുതി. കാരണം അങ്ങനെ കരുതുന്നതിനൊരു തെറ്റുമില്ല. കാരണം ദൈവം തന്നെയാണ്. അത്ര ദൈവികമായ ചികിത്സയാണ് അവിടെയുണ്ട്. ഇതുപോലെ തന്നെ ആൾക്കാരുടെ പിന്നെ റിക്വസ്റ്റ് മാനിച്ചിപ്പം പത്തനംതിട്ടയുണ്ട്, അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലുണ്ട്, എറണാകുളത്തുണ്ട്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് ഓപ്പോസിറ്റായിട്ട് ചാക്കയ്ക്കും ഇഞ്ചക്കലിനും ഇടയ്ക്കായിട്ട്. ചാക്കയിൽ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ സർവീസ് റോഡ് വഴി പോകുമ്പോൾ അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ചാങ്ങയത്ത് ആയുർവേദ എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസം 7 മണി തൊട്ട്
വൈകിട്ട് 3 മണി വരെയാണ് ഡോക്ടറിൻ്റെ സമയം. ഡോക്ടർ ഭക്ഷണം കഴിക്കുന്നത് പോലും ചിലപ്പം 5 മണിക്കൊക്കെയാണ്. കാരണം അത്രത്തോളം തിരക്കാണ് ഡോക്ടർ ഉള്ളിടത്തൊക്കെ. അപ്പോൾ അത് നിങ്ങൾ മുൻകൂർ വന്ന് ടിക്കറ്റ് ചെയ്യാം. ടിക്കറ്റ് കൂപ്പണെടുത്ത് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡോക്ടറെ കാണാം. ഒരുപാട് ആശ്വാസം. പല അസുഖങ്ങൾക്ക് ഇനി ഒരു അസുഖമില്ലെങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് പോയി ഈ പറയുന്ന പോലെ അലൈൻമെൻറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒക്കെ ഒന്ന് തട്ടിമുട്ടി വിട്ടാൽ പല പ്രശ്നം. ഇന്നലെ തന്നെ അനിൽ ചേട്ടന് നമ്മുടെ ഐഡിയ സാസ്നിങ്ങിൽ ഫ്ലൂട്ട് വായിക്കുന്ന അനിൽ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അനിൽ ചേട്ടൻ്റെ വയറിൻ്റെ ഒരു ഷേപ്പ് തന്നെ മാറിയിരിക്കും. അത് കാണിച്ചു തന്നു. അതായത് വയറ് നേരെ ഇരിക്കേണ്ട വയറ് ഒരു സൈഡിൽ ഇങ്ങനെ കോണിച്ചാണ് ഇരിക്കുന്നത്. അവിടെ വെച്ച് തന്നെ അടിച്ച് നേരെയാക്കി വയറ് നേരെ കുറച്ച് ഫ്രണ്ടിലേക്ക് ചാടിയിരുന്ന വയറാണ് പെട്ടെന്ന് കുറഞ്ഞു. ഒരുപാട് ആശ്വാസം പുള്ളിക്കാൻ അവിടുന്ന് പോകുമ്പോൾ തന്നെയുണ്ട്. ഇതെല്ലാം വളരെ എക്കണോമിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും നിങ്ങളിത് കാണുന്നവർ മറ്റുള്ളവർക്ക് കൂടി വിവരങ്ങൾ അറിയിക്കുക. ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടാൽ അതിന് തീർച്ചയായും പരിഹാരം ഉണ്ടാകും.